നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. അപ്പം ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻലെ എന്ന് പറയുന്ന സ്ഥലത്താണ്. ലഡാക്കിലെ ഹാൻലെയിലാണ് ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം ഉൽഗുലൻ എന്നറിയപ്പെടുന്ന കൊളോണിയൽ കാലഘട്ടത്തിലെ ആദിവാസി പ്രക്ഷോഭം. അപ്പം ഉൽഗുലനിന്റെ അർത്ഥം ദ ഗ്രേറ്റ് ട്യൂമുൾട്ട് എന്നാണ്. അല്ലെങ്കിൽ ട്യൂമുൾട്ട് എന്ന് പറഞ്ഞാൽ ബഹളം അല്ലെങ്കിൽ പ്രക്ഷോഭം അങ്ങനെയൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഉൽഗുലനിന്റെ അർത്ഥം ദ ഗ്രേറ്റ് ട്യൂമുൾട്ട് എന്നാണ്. അപ്പം ഉൽഗുലൻ എന്നറിയപ്പെടുന്ന കൊളോണിയൽ കാലഘട്ടത്തിലെ ആദിവാസി പ്രക്ഷോഭം മുണ്ട റിബല്യൺ ആണ് കേട്ടോ. മുണ്ട റിബല്യൺ നടന്ന വർഷം 1899 ആണ്. 1899 മുണ്ട റിബല്യൺ നടക്കുന്നത്. അടുത്ത ചോദ്യം ജനജാതീയ ഗൗരവ് ദിവസ് ആചരിക്കുന്നത് എന്ന്. ജനജാതീയ ഗൗരവ് ദിവസ് നവംബർ 15 ആചരിക്കുന്നത്. ഇതും മുണ്ട റിബല്യണുമായിട്ട് ബന്ധമുണ്ട്. മുണ്ട റിബല്യന്റെ നേതാവായിരുന്ന ബിർസ മുണ്ടയുടെ ജന്മദിനാണ് ജനജാതീയ ഗൗരവ് ദിവസ് ആയിട്ട് നവംബർ 15 നമ്മൾ ആചരിക്കുന്നത്. അപ്പം നവംബർ 15 ബിർസ മുണ്ടയുടെ ജന്മദിനാണ് ജനജാതീയ ഗൗരവ് ദിവസ്. അടുത്ത ചോദ്യം ആസിയാനിലെ 11ാമത് അംഗമായി ചേർന്ന രാജ്യം. അപ്പോൾ ആസിയാനിൽ ഇതുവരെ 10 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ അസോസിയേഷൻ ആണ് ആസിയാൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഈ വർഷം പുതിയതായിട്ട് ചേർന്ന രാജ്യമാണ് തിമോർ ലെസ്തെ. ആസിയാനിലെ 11ാമത് അംഗമായിട്ട് ചേർന്ന രാജ്യമാണ് തിമോർ ലെസ്തെ. അടുത്ത ചോദ്യം ISRO ഈയിടെ ലോഞ്ച് ചെയ്ത CMS-3 സാറ്റലൈറ്റിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ത്? അപ്പം ISRO ഈയിടെ ലോഞ്ച് ചെയ്ത CMS-3 സാറ്റലൈറ്റിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് നേവൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നാവികസേനയ്ക്ക് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് CMS-3 സാറ്റലൈറ്റിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ക്ലാമ്പ് പോർട്ടൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം ക്ലാമ്പ് പോർട്ടൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കോൾ സെക്ടർ, കൽക്കരി മേഖല, കൽക്കരിയുടെ മേഖലയുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്ലാമ്പിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ദ കോൾ ലാൻഡ് അക്വിസിഷൻ മാനേജ്മെന്റ് പോർട്ടൽ എന്നാണ്. കോൾ ലാൻഡ് അക്വിസിഷൻ മാനേജ്മെന്റ് പോർട്ടൽ എന്നാണ്. അപ്പം അത് കൽക്കരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, കോൾ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അടുത്തത് രാഷ്ട്രീയ ഏകതാ ദിവസ്, നാഷണൽ യൂണിറ്റി ഡേ ആചരിക്കുന്നത് എന്നാണെന്നാണ്. അപ്പൊ നാഷണൽ യൂണിറ്റി ഡേ ഒക്ടോബർ 31 ആചരിക്കുന്നത്. അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനാണ്. അപ്പൊ നാഷണൽ യൂണിറ്റി ഡേ ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനാണ്. അടുത്ത ചോദ്യം ഐനി എയർബേസ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഐനി എയർബേസ് തജിക്കിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഐനി എയർബേസിന് വേറൊരു ഇമ്പോർട്ടൻസും കൂടെ ഉണ്ട്. ഇന്ത്യയിലെ ഏക വിദേശ സൈനിക വ്യോമതാവളമാണ് ഐനി എയർബേസ്. അതായത് ഇന്ത്യയുടെ ആകെ കൂടിയുള്ള ഫോറിൻ നേവൽ എയർബേസ് ആണ് ഐനി എയർബേസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയും തജിക്കിസ്ഥാനും തമ്മിലുള്ള ഒരു ബൈലേറ്ററൽ എഗ്രിമെന്റ് പ്രകാരം 2002 അത് ഓപ്പറേഷണൽ ആയത്. അതിന്റെ ബൈലേറ്ററൽ എഗ്രിമെന്റ് 2022 എക്സ്പയർ ആവുകയും അതിനെ തുടർന്ന് നമ്മൾ അവിടുത്തെ ഓപ്പറേഷൻസ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്ത് ഇന്ത്യ ഐനി എയർബേസിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അപ്പം ഐനി എയർബേസിൽ നിന്ന് ഇന്ത്യയുടെ ഓപ്പറേഷൻസ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്ത് ഇന്ത്യ അവിടെ നിന്ന് പിൻവാങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അത് ന്യൂസിലൊക്കെ വരാൻ കാരണമായത്. അപ്പൊ ഐനി എയർബേസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം തജിക്കിസ്ഥാനിലാണ്. അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം. അപ്പം ലോകത്തിലെ ആദ്യത്തെ 4th ജനറേഷൻ അറ്റോമിക് റിയാക്ടർ ആരംഭിച്ചത് ചൈനയാണ് കേട്ടോ. അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ 5G മൊബൈൽ നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം. ലോകത്തിലെ ആദ്യത്തെ 5G മൊബൈൽ നെറ്റ്വർക്ക് ആരംഭിച്ചത് ദക്ഷിണ കൊറിയയാണ്. ദക്ഷിണ കൊറിയ. അടുത്ത ചോദ്യം റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ സംവിധാനം. അപ്പം റെയിൽവേ സ്റ്റേഷനുകളിലെ യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ സംവിധാനത്തിന്റെ പേരാണ് യാത്രി സുവിധാ കേന്ദ്രം. അപ്പം യാത്രി സുവിധാ കേന്ദ്രം കേരളത്തിൽ എവിടെയാണ് നിലവിൽ വന്നിട്ടുള്ളത്? കേരളത്തില് എറണാകുളം ജംഗ്ഷനിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. യാത്രി സുവിധാ കേന്ദ്രം റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ നയമാണ്. അടുത്ത ചോദ്യം 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേര്. അത് മോൻത ചുഴലിക്കാറ്റ് എന്നാണ് അതിന്റെ പേര്. മോൻത ചുഴലിക്കാറ്റ്. ഈ പേര് നിർദ്ദേശിച്ചത് തായ്ലൻഡ് ആണ്. അതിന്റെ അർത്ഥം മണമുള്ള പൂവ് എന്നാണ്. അപ്പം മോൻത എന്ന് പറഞ്ഞാൽ മണമുള്ള പൂവ് എന്നാണ് അർത്ഥം.
അടുത്ത ചോദ്യം, കേരളത്തിലെ ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി 2455 കോടി രൂപ വായ്പ അനുവദിച്ചത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ്. അപ്പം കേരളത്തിലെ ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി 2455 കോടി രൂപ വായ്പ അനുവദിച്ചത് ലോക ബാങ്കാണ്, വേൾഡ് ബാങ്കാണ് 2455 കോടി രൂപ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് വായ്പ അനുവദിച്ചത്. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ രാജ്യാന്തര കുരുമുളക് സമ്മേളനത്തിന് വേദിയായത്. കൊച്ചിയാണ് രാജ്യാന്തര കുരുമുളക് സമ്മേളനത്തിന് വേദിയായത്. ഇതിന് IPC എന്നാണ് അറിയപ്പെടുന്നത്, അതായത് ഇന്റർനാഷണൽ പെപ്പർ കമ്മ്യൂണിറ്റിയുടെ 53ാമത് സമ്മിറ്റ് ആണ് നടന്നത്. അപ്പം IPC ഇന്റർനാഷണൽ പെപ്പർ കമ്മ്യൂണിറ്റിയുടെ 53rd ആനുവൽ സമ്മിറ്റ് ആണ് കൊച്ചിയിൽ നടന്നത്. അടുത്ത ചോദ്യം, കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് നിയമിതനാവാൻ പോകുന്നത് ആരാന്നാണ്. അപ്പൊ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് നിയമിതനാവാൻ പോകുന്നത് റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടി കേട്ടോ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത്. അപ്പൊ സംസ്ഥാന ചലച്ചിത്ര കോർപ്പറേഷൻ വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് K. മധു ആണ്. K. മധു. അടുത്ത ചോദ്യം, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി. അപ്പൊ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതിയുടെ പേരാണ് മാലാഖ. മാലാഖ കേട്ടോ. അടുത്തത്, ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിന്റെ ഭാഗമായി പോലീസ് നടപ്പാക്കിയ ഓപ്പറേഷൻ. അപ്പം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സൈ ഹണ്ട്. ഓപ്പറേഷൻ സൈ ഹണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, 2025 തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കായി കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന പുതിയ സോഫ്റ്റ്വെയർ സംവിധാനം. അപ്പം 2025 ഇനി വരുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻസ് ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരുന്ന പുതിയ സോഫ്റ്റ്വെയർ സംവിധാനത്തിന്റെ പേരാണ് E-DROP എന്ന് പറയുന്നത്. അപ്പം E-DROP എന്ന് പറയുന്ന പുതിയ സോഫ്റ്റ്വെയർ ആണ് ഇനി വരുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക്. അപ്പം നമ്മുടെ പാമ്പൻ പാലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. പാമ്പൻ പാലമാണ് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കടൽപ്പാലം. അത് മാത്രമല്ല, അതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ കടൽപ്പാലം എന്ന് പറയുന്നത്. അപ്പം അത് പാമ്പൻ പാലാണ്. ഏറ്റവും പഴയ കടൽപ്പാലം എന്ന് പറയുന്നത് പാമ്പൻ പാലാണ്. ഏറ്റവും നീളം കൂടിയത് അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ്. അടുത്ത ചോദ്യം, വൃക്ഷങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന പാലം അഥവാ റൂട്ട് ബ്രിഡ്ജ്. അപ്പം വൃക്ഷങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന പാലം കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. അപ്പൊ ഈ ഫേമസ് ആയിട്ടുള്ള പാലം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് കേട്ടോ, മേഘാലയയിൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് തലശ്ശേരിയിലാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ തലശ്ശേരിയിലെ VR കൃഷ്ണയ്യർ മെമ്മോറിയൽ സ്റ്റേഡിയത്തിലാണ്. അടുത്ത ചോദ്യം, 2025 കബഡി ലോകകപ്പ് വേദി. അപ്പം 2025 കബഡി ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ട് ആണ് കേട്ടോ, ഇംഗ്ലണ്ട്. അടുത്തത്, 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത്. അപ്പൊ 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവയാണ്, ഗോവ. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്ക് വേദിയായത്. അപ്പം ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടി എന്ന് പറഞ്ഞാൽ എപെക് സമ്മിറ്റ്, ഏഷ്യ പസഫിക് എക്കണോമിക് കോഓപ്പറേഷൻ. അപ്പൊ അതിന് വേദിയായത് ദക്ഷിണ കൊറിയയാണ്. ഇനി ഇന്ത്യ എപെക്കിലെ മെമ്പർ ആണോ? ഇന്ത്യ എപെക്കിലെ മെമ്പർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇന്ത്യ 2011 മുതൽ ഒബ്സർവർ നേഷൻ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പം ഒബ്സർവർ സ്റ്റാറ്റസ് ആണ് ഇന്ത്യക്ക് ഉള്ളത്. ഇന്ത്യ എപെക്കിലെ മെമ്പർ അല്ല കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രഥമ ടൈപ്പ് 2 ഡയബറ്റിസ് ബയോ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണെന്നാണ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ടൈപ്പ് 2 ഡയബറ്റിസ് ബയോ ബാങ്ക് നിലവിൽ വന്നത് ചെന്നൈയിലാണ്, ചെന്നൈ. ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഡയബറ്റിസ് ആണ്. ഇപ്പം ഡയഗ്നോസ് ചെയ്തതിൽ 95% ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. അപ്പോൾ അതിന്റെ ബയോ ബാങ്ക് നിലവിൽ വന്നത് ചെന്നൈയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, അവക്കാഡോ കൃഷിയും വിപണനവും ഏറ്റവും കൂടുതലായതിനാൽ അവക്കാഡോ നഗരമായി കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് അടുത്തിടെ പ്രഖ്യാപിച്ചത്. അപ്പം അവക്കാഡോ നഗരമായിട്ട് ഈ അടുത്ത് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം അമ്പലവയലാണ്. വയനാടുള്ള അമ്പലവയലാണ് അവക്കാഡോ നഗരം എന്നറിയപ്പെടുന്ന ടൗൺ. അടുത്ത ചോദ്യം, ഗൂഗിൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പ്. ഗൂഗിൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പിന്റെ പേരാണ് വില്ലോ. വില്ലോ കേട്ടോ. ഗൂഗിൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പ് വില്ലോ.
അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ കുട്ടികൾ ഒരുക്കിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അപ്പൊ കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഒരുക്കിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ പേരാണ് പ്യൂപ്പിൾ കാർട്ട്. ഈ പ്യൂപ്പിൾ കാർട്ടിന്റെ ആസ്ഥാനം മുംബൈയിലാണ് കേട്ടോ വരുന്നത്, മുംബൈയിൽ. അതുപോലെ തന്നെ പ്യൂപ്പിൾസ് കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ച കമ്പനിയുടെ പേര് ഡീബഗ്ഡ് പ്രോഗ്രാമേഴ്സ് എന്നാണ്. ഡീബഗ്ഡ് പ്രോഗ്രാമേഴ്സ്. അടുത്ത ചോദ്യം, കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര്. അത് മൈത്രി 2 എന്നാണ്. ഓൾറെഡി നമുക്ക് അന്റാർട്ടിക്കയിൽ 2 റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. ഒന്നിന്റെ പേര് ഭാരതി എന്നും മറ്റേത് മൈത്രി. അപ്പം അത് കൂടാതെ പുതിയതായിട്ട് സ്ഥാപിക്കാൻ പോകുന്ന റിസർച്ച് സ്റ്റേഷന്റെ പേരാണ് മൈത്രി 2. ഭാരതിയും മൈത്രിയും. ഇനി ഇതല്ലാതെ നമുക്ക് ആർട്ടിക്കിനെ പറ്റി പഠിക്കാൻ ആർട്ടിക് റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. പക്ഷെ അത് ആർട്ടിക്കിലല്ല, നോർവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ റിസർച്ച് സ്റ്റേഷന്റെ പേരാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഹിമാദ്രി സ്ഥിതി ചെയ്യുന്നത് നോർവേയിലാണ്. അത് ആർട്ടിക് റിസർച്ച് സ്റ്റേഷൻ ആണ്. മൈത്രിയും ഭാരതിയും അന്റാർട്ടിക് റിസർച്ച് സ്റ്റേഷൻ ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, IUCNന്റെ 90ാമത്തെ അംഗമായ രാജ്യം. അപ്പം IUCNന്റെ 90ാമത്തെ അംഗമായ രാജ്യത്തിന്റെ പേരാണ് തുവാലു. അടുത്ത ചോദ്യം, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ തേടുന്ന കുടുംബശ്രീ പദ്ധതി. അപ്പം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ തേടുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് ജനനി സുരക്ഷ. അടുത്തത്, പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി. അപ്പം പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായിട്ട് വാഹനത്തിൽ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയുടെ പേരാണ് മാതൃയാനം പദ്ധതി. അപ്പം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചിട്ട് കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജനനി സുരക്ഷ. അതുപോലെ തന്നെ പ്രസവശേഷം അമ്മയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. അടുത്ത ചോദ്യം, സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെയും ദേശീയ ഇ ഗവൺമെന്റ് ഡിവിഷന്റെയും കീഴിൽ നടപ്പിലാക്കുന്ന ടാക്സി സർവീസ്. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെയും ദേശീയ ഇ ഗവൺമെന്റ് ഡിവിഷന്റെയും കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയല്ല, ടാക്സി സർവീസിന്റെ പേരാണ് ഭാരത് ടാക്സി എന്നുള്ളത്. അടുത്തത്, പാക് അതിർത്തിയിലെ സർ ക്രീക്കിന് സമീപം ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെ ഇന്ത്യ നടത്തുന്ന കരനാവിക വ്യോമസേനകളുടെ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് തൃശൂൽ. അപ്പൊ തൃശൂൽ എന്ന് പറയുന്നത് സംയുക്ത സൈനിക അഭ്യാസമാണ്. അതായത് കരനാവിക വ്യോമസേനകൾ 3 സേനകളും ഉൾപ്പെടുന്നുണ്ട്. പിന്നെ അത് നടക്കുന്നത് പാക് അതിർത്തിയിലെ സർ ക്രീക്കിന് സമീപത്താണ്. അപ്പം ആ ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് തൃശൂൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2025 കൊറിയയുടെ പരമോന്നത സാഹിത്യ ബഹുമതിയായ പാക് ക്യോങ്നി സമ്മാനം ലഭിച്ചത് ഇന്ത്യൻ റൈറ്റർ ആയിട്ടുള്ള അമിതാവ് ഘോഷിനാണ്. അപ്പം അമിതാവ് ഘോഷിനാണ് കൊറിയയുടെ പരമോന്നത സാഹിത്യ ബഹുമതിയായ പാക് ക്യോങ്നി സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, നിസാർ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടറായ മലയാളി ശാസ്ത്രജ്ഞൻ. അപ്പം നിസാർ മിഷൻ എന്ന് പറയുന്നത് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് അതിന്റെ ഫുൾ ഫോം, നിസാറിന്റെ ഫുൾ ഫോം. അപ്പം നിസാർ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടറായ മലയാളി ശാസ്ത്രജ്ഞൻ തോമസ് കുര്യൻ ആണ്. അടുത്ത ചോദ്യം, മേക്ക് ഇൻ ഇന്ത്യ AK-203 റൈഫിൾ തോക്കുകൾക്ക് നൽകിയ പേര്. അപ്പം മേക്ക് ഇൻ ഇന്ത്യ AK-203 റൈഫിൾ തോക്കുകൾക്ക് നൽകിയ പേരാണ് ഷേർ എന്ന് പറഞ്ഞ സിംഹം. അടുത്തത്, രാജ്യത്തുടനീളമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയും പ്രവേശനവും വർദ്ധിപ്പിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്ന PM ഉഷ പദ്ധതിയുടെ പൂർണ്ണരൂപം. അത് പ്രധാനമന്ത്രി ഉന്നത ശിക്ഷാ അഭിയാൻ എന്നാണ്. പ്രധാനമന്ത്രി ഉന്നത ശിക്ഷാ അഭിയാൻ. അടുത്ത ചോദ്യം, പാകിസ്ഥാനിലേക്കുള്ള വെള്ളമൊഴുക്ക് തടയുക എന്ന ലക്ഷ്യമിട്ട് കാബൂൾ നദിയുടെ പ്രധാന പോഷക നദിയായ ഏത് നദിയിലാണ് അഫ്ഗാനിസ്ഥാൻ അണക്കെട്ട് പണിയാൻ തീരുമാനിച്ചിരിക്കുന്നത്? അപ്പം കാബൂൾ നദിയുടെ പ്രധാന പോഷക നദിയായിട്ടുള്ള കൂനാർ നദിയിലാണ് അഫ്ഗാനിസ്ഥാൻ അണക്കെട്ട് പണിയാൻ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ, കൂനാർ നദി. അപ്പൊ അത് കാബൂൾ നദിയുടെ പോഷക നദിയാണെന്ന് കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, എക്സസൈസ് ഓഷ്യൻ സ്കൈ 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. അപ്പം എക്സസൈസ് ഓഷ്യൻ സ്കൈ എന്ന് പറയുന്ന പ്രോഗ്രാമിന് ആതിഥേയത്വം വഹിക്കുന്നത് സ്പെയിൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്ക്. അത് ഉത്തർപ്രദേശിലെ ഖുർജയിലാണ്. ഖുർജ. ഈ പാർക്കിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അനോഖി ദുനിയ. അനോഖി എന്ന് പറഞ്ഞാൽ യുണീക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെയാണ് പറയുക. അപ്പം അനോഖി ദുനിയ എന്നറിയപ്പെടുന്നതും ഈ പാർക്കിനെയാണ്.
ഏകദേശം 80 ടണ്ണോളം സെറാമിക് വേസ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അനൂഖി ദുനിയ എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള ലോകം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അത് വരുന്നത് ഖുർജയിലാണ്, ഉത്തർപ്രദേശിലെ ഖുർജയിൽ. അടുത്ത ചോദ്യം, പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അത് എം മുകുന്ദനാണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് 2025 രാഷ്ട്രീയ വിജ്ഞാന രത്ന പുരസ്കാരത്തിന് അർഹനായത്. ജയന്ത് വിഷ്ണു നാർലിക്കർ എന്ന് പറയുന്ന ആളാണ് 2025 രാഷ്ട്രീയ വിജ്ഞാന രത്ന പുരസ്കാരത്തിന് അർഹനായത്. അപ്പം ഈ രാഷ്ട്രീയ വിജ്ഞാന രത്ന പുരസ്കാരം എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന മേഖലയിലെ സോർട്ട് ഓഫ് ഭാരത് രത്ന പോലെയുള്ള ഒരു അവാർഡാണ്. അപ്പം രാഷ്ട്രീയ വിജ്ഞാന രത്ന നമ്മുടെ പത്മ പുരസ്കാരങ്ങൾ പോലെ തന്നെ ഈ വിജ്ഞാന പുരസ്കാരങ്ങൾ, അപ്പം ഇതിന് കീഴിൽ പിന്നെ വിജ്ഞാൻ യുവശാന്തി സ്വരൂപ് ഭട്നാഗർ, അതുപോലെ തന്നെ വിജ്ഞാൻ ടീം, അത് കൊളാബറേറ്റീവ് എഫേർട്സിന് കൊടുക്കുന്നതാണ് ഈ വിജ്ഞാൻ ടീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിജ്ഞാൻ ശ്രീ, പത്മശ്രീ ഒക്കെ പോലെ വിജ്ഞാൻ ശ്രീ എന്ന് പറയുന്ന അവാർഡും കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്തവണ വിജ്ഞാൻ രത്ന പുരസ്കാരം, അതായത് ഇതിന്റെ ഹയസ്റ്റ് ഓണർ ആണ് വിജ്ഞാൻ രത്ന പുരസ്കാരം കൊടുക്കുന്നത്. അത് ജയന്ത് വിഷ്ണു നാർലിക്കറിനാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ അടുത്തിടെ വികസിപ്പിച്ചെടുത്ത ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ. അപ്പം ഇന്ത്യയിൽ അടുത്തിടെ വികസിപ്പിച്ചെടുത്ത ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന് പറയുന്ന പേരാണ് ധ്വനി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ അയർലൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം 2025 ഒക്ടോബറിൽ അയർലൻഡിന്റെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കാത്തറിൻ കൊനോലി ആണ്. കാത്തറിൻ കൊനോലി ട്ടോ. അടുത്തത് 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് വി മധുസൂദനൻ നായർക്കാണ് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. ഈ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂർ ദേവസ്വമാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ജ്ഞാനപ്പാന പുരസ്കാരമാണ് വി മധുസൂദനൻ നായർക്ക് ലഭിച്ചത്. അടുത്ത ചോദ്യം, നിലവിലെ കേരള ലോകായുക്ത. അപ്പം നിലവിലെ കേരള ലോകായുക്ത എൻ അനിൽകുമാർ ആണ്. അപ്പൊ ലോകായുക്ത എന്ന് പറഞ്ഞാൽ ആന്റി കറപ്ഷൻ അതോറിറ്റി ഉള്ള ഓഫീസറാണ് ലോകായുക്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓംബുഡ്സ്മാൻ എന്ന് പറയും. അപ്പോൾ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ടേം ആണ്. അപ്പൊ കേരളത്തിലെ സ്റ്റേറ്റ് ലെവലിലുള്ള ഓംബുഡ്സ്മാനെയാണ് നമ്മൾ ലോകായുക്ത എന്ന് പറയാ. നാഷണൽ ലെവലിലുള്ള ഓംബുഡ്സ്മാനെ നമ്മൾ ലോക്പാൽ എന്നാ പറയാ. അപ്പം നാഷണൽ ലെവലിലുള്ള ആന്റി കറപ്ഷൻ അതോറിറ്റി ഓഫീസർ ലോക്പാലും സ്റ്റേറ്റ്സ് ലെവലിലുള്ളത് ലോകായുക്തയാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് ആദ്യ പക്ഷി പഠന കേന്ദ്രം വരുന്നത്. അപ്പൊ സംസ്ഥാനത്ത് ആദ്യ പക്ഷി പഠന കേന്ദ്രം വരുന്നത് കോട്ടയത്തുള്ള കടപ്പൂരാണ് ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം വരുന്നത്. അടുത്ത ചോദ്യം, AI നിർമ്മിത മന്ത്രിയെ സർക്കാരിൽ നിയമിച്ച ആദ്യ രാജ്യം. അത് അൽബേനിയാണ്. AI നിർമ്മിത മന്ത്രിയെ സർക്കാരിൽ നിയമിച്ച ആദ്യ രാജ്യം അൽബേനിയാണ്. അപ്പം ആ ഒരു AI മിനിസ്റ്ററിന്റെ പേര് ഡീല എന്നാണ്. അപ്പം ഡീല ഈ അടുത്ത് ഭയങ്കര ന്യൂസ് വാല്യൂ ഉള്ള ഒരു കോണ്ടന്റ് ആയിരുന്നു ഡീല എന്നെ സംബന്ധിച്ച ന്യൂസ്. അത് എന്താന്ന് വെച്ചാൽ അൽബേനിയന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള എഡി രാമ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയുണ്ടായി. ഡീല എന്ന് പറയുന്ന ഈ ഒരു AI മിനിസ്റ്റർ 83 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പോവാണെന്ന്. അപ്പം ഇയാൾ പറഞ്ഞത് എന്താണ്, മെറ്റഫറിക്കലി പറഞ്ഞതാണോ അതോ ഇയാൾ സീരിയസ് ആയിട്ടാണോ പറയുന്നത്, എന്താ ഇയാൾ പറയുന്നതെന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടും, പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പിന്നാലെ ഒരുപാട് കോൺട്രവേഴ്സി ആയിട്ട് ഇത് ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് പ്ലസ് ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ്. അടുത്ത ചോദ്യം, 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ അധ്യക്ഷ. അപ്പം 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ അധ്യക്ഷ സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായി ആണ്. അപ്പം സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി ആയിട്ടുള്ള രഞ്ജന പ്രകാശ് ദേശായി ആണ് 8ാമത് കേന്ദ്ര ശമ്പള കമ്മീഷൻ അധ്യക്ഷ ആയിട്ട് ചുമതലയേറ്റത്. അടുത്തത്, സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകുന്നത് ആരാണെന്നാണ്. അപ്പം സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ജസ്റ്റിസ് സൂര്യകാന്ത്. ഈ സെഷനിലെ ലാസ്റ്റ് ചോദ്യം, 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ്. അപ്പൊ 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ് MR രാഘവ വാര്യരാണ്. MR രാഘവ വാര്യർ. അപ്പൊ നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേരള പുരസ്കാരങ്ങളെ പറ്റിയിട്ട്. അപ്പൊ കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് നവംബർ 1 കേരളപ്പിറവിയോടനുബന്ധിച്ച് കൊടുക്കുന്ന പുരസ്കാരങ്ങളാണ്. അതിൽ നമ്മൾ കേരള ജ്യോതി പുരസ്കാരം പറഞ്ഞു. ഡോക്ടർ MR രാഘവ വാര്യരാണ്. അദ്ദേഹത്തിന്റെ മേഖല വിദ്യാഭ്യാസമാണ്. അതുപോലെ കേരളപ്രഭ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. PB അനീഷ് കാർഷിക മേഖലയിലും, അതുപോലെ തന്നെ രാജശ്രീ വാര്യർ അവർ കല. അതുപോലെ തന്നെ 5 പേർക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മാധ്യമപ്രവർത്തനത്തിന് ശശികുമാറിനും, അതുപോലെ വിദ്യാഭ്യാസത്തില് ഷഹൽ ഹസൻ മുസലിയാർക്കും, സംരംഭം MK വിമൽ ഗോവിന്ദിനും, അതുപോലെ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ജിലുമോൾ മാരിയറ്റ് തോമസിനും, കായികത്തിന് അഭിലാഷ് തോമിക്കും. അപ്പം 5 പേർക്കാണ് കേരളശ്രീ പുരസ്കാരം, 2 പേർക്ക് കേരളപ്രഭ, കേരള ജ്യോതി MR രാഘവ വാര്യർ.
അപ്പം നമ്മുടെ ഈ വീക്കിലെ കറണ്ട് അഫയേഴ്സ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ നിങ്ങളുടെ ഡൗട്ട്സ്, സജഷൻസ്, അതുപോലെ തന്നെ ഫീഡ്ബാക്സ് എല്ലാതും താഴെ കോമെന്റ് ബോക്സിൽ കോമെന്റ് ചെയ്യുക. So thank you so much for watching the video. Happy learning with Habitus.